കേരളത്തിലെ ബി.ജെ.പിക്ക് എക്കാലത്തും ഒരേ ഒരു ആവേശം വനിതാ നേതാക്കളിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് മാത്രമാണ്. കേരളത്തിൽ ബി.ജെ.പി ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുമ്പോഴും ആകെയുള്ള അവരുടെ അത്താണിയായ ശോഭാ സുരേന്ദ്രനും പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ്. വളരെ വൈകാതെ തന്നെ കെ.സി. വേണുഗോപാലിനെ കണ്ട് ശോഭാ സുരേന്ദ്രൻ കൃത്യമായും കോൺഗ്രസിൻ്റെ കുടുംബത്തിലേക്ക് നടന്നു കയറും എന്ന് ഉറപ്പാകുന്ന സാഹചര്യമാണ്. ഇതിന് വഴിയൊരുക്കുന്നത് സന്ദീപ് വാര്യറുടെ ഇടപെടൽ തന്നെയാണ്. സന്ദീപ് വാര്യർ ഒരു പോയിൻ്റ് പറഞ്ഞു, അതായത് കൃത്യമായും ആളുകളോട് വിരോധം വെച്ച് സൂക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ജെ.പി. ആ വിരോധത്തിൻ്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഒരു അംഗത്വം എടുക്കാൻ കഴിഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ നേട്ടങ്ങളിൽ ഒന്നായാണ് സന്ദീപ് വാര്യർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്വേഷം വിട്ടൊഴിയാൻ ശോഭാ സുരേന്ദ്രനും കഴിയും എന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ കഴിവുള്ളൊരു നേതാവാണ്, താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവ്, നിരവധിയായ ആദിവാസി സമൂഹങ്ങളെയും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയുമൊക്കെ വലിയ തോതിൽ കണ്ടിട്ടുള്ള, നേരിട്ട് അവർക്ക് വേണ്ടി പല സമര പോരാട്ടങ്ങളിലും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി അവർക്ക് വോട്ട് പിടിക്കാനുള്ള ശേഷിയുണ്ട്. അവർ കോൺഗ്രസ്സിലേക്ക് എത്തിയാൽ അത് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും എന്ന് മാത്രമല്ല, കെ സുരേന്ദ്രൻ ഇപ്പോൾ നയിക്കുന്ന ഈ കറക്ക് സംഘം പൊളിഞ്ഞടുങ്ങും എന്നും, പഞ്ചായത്ത് മുതൽ പാൽ സൊസൈറ്റി വരെ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഈ ഒരു പരിപാടി അവസാനം 8 നിലയിൽ പൊട്ടുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ കൃത്യമായും കോൺഗ്രസ്സിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കെ.സി. വേണുഗോപാലിനെതിരെ മത്സരിച്ചപ്പോൾ എം ആരിഫ് പല ബൂത്തുകളിലും മൂന്നാമതാണ് പോയത്. 1000-ൽ പരം ബൂത്തുകളിൽ, ഏകദേശം 300ഓളം ബൂത്തുകളിൽ ശോഭാ സുരേന്ദ്രനും കെ.സി. വേണുഗോപാലും തമ്മിലായിരുന്നു മത്സരം. അതായത് പാർലമെൻറ്റിൻ്റെ 1/3 ഭാഗം ശോഭാ സുരേന്ദ്രൻ വേഴ്സസ് കെ.സി. വേണുഗോപാലായിരുന്നു. ആലപ്പുഴ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഘട്ടത്തിൽ ബി.ജെ.പി ലീഡ് ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം വരെ വരുത്തി. അത് ബി.ജെ.പിയുടെ കഴിവല്ല, പകരം ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം തന്നെയാണ്. അത് കോൺഗ്രസ്സിന് ഏറെ ഗുണകരമാകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാലും വലിയ മിന്നുന്ന പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക. അത് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നതെന്നാണ് കൃത്യമായും കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത്.